ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ആമ്പൽപ്പാടം കാണാൻ പോയാലോ? നല്ല രസമുള്ള ആമ്പൽപ്പാടം. ഞാനിപ്പോൾ 3 പ്രാവശ്യമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസം അത് കാണാനായിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും എല്ലാ വർഷവും ഒന്ന് കാണാൻ പോകാമെന്നുള്ള ഇതിൽ. കഴിഞ്ഞ വർഷം ഞങ്ങൾ പനച്ചിക്കാട് ഭാഗത്തായിരുന്നു കാണാൻ പോയത്. അതിന് മുമ്പത്തെ വർഷം 2 വർഷവും ഈ മലരിക്കല കാണാൻ പോയത്. പക്ഷെ നല്ല ഭംഗി കേട്ടോ. അത് നമ്മൾ പോകുകയാണെങ്കിൽ രാവിലെ പോകണം. ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് ഒരു 5:15 പോയി. പത്തനംതിട്ട, തിരുവല്ല, കോട്ടയത്തിന് ഇപ്പുറത്ത് നമ്മൾ സിമെന്റ് കവല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് കുമരകം പോകുന്ന റൂട്ടായത്. അപ്പൊ അവിടെ ചെന്നിട്ട് കുറച്ച് അകത്തോട്ട് പോകണം. അപ്പൊ അവിടെ ചെല്ലുമ്പോഴേ ഭയങ്കര ആളായിരുന്നു കേട്ടോ. ഭയങ്കര വണ്ടി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമുക്ക് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല, അതുപോലെ തിരക്കാ. 2 ഭാഗത്തായിട്ടാണ് ഈ ആമ്പൽ പൂവിന്റെ കണ്ടം. ആദ്യം നമുക്ക് ചെല്ലുന്ന ഭാഗത്തുണ്ട്, അതിന്റെ അപ്പുറത്തുണ്ട്. 2 ഭാഗത്തും ഞങ്ങൾ പോയി. പിന്നെ ബോട്ടിങ്, ഇഷ്ടം പോലെ ബോട്ടിങ് ഉണ്ട് കേട്ടോ അവിടെ. കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മൾ ഒരു പ്രാവശ്യം പോയാൽ പിന്നെയും പോകണമെന്ന് തോന്നും. നല്ലൊരു സ്ഥലമാണ്. നല്ല ഗ്രാമീണ കാഴ്ചകളാണ് അവിടെ കാണാനും പറ്റുന്നത്. ഇതെന്താ വെച്ചാൽ കൃഷി ചെയ്യുന്ന കണ്ടമാണ്. അപ്പോൾ അത് കണ്ടം കൃഷി ചെയ്ത് കഴിഞ്ഞ് വെള്ളം കയറ്റിയിടുമ്പോഴത്തേക്ക് ഇത് ഒത്തിരി ആമ്പൽപ്പൂ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ആമ്പൽപ്പൂവിൻ്റെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം അതുവരത്തേക്കാണ് ഈ ഒരു മാസം കഷ്ടി കാണും. അപ്പോഴത്തേക്കും പൂവെല്ലാം തീർന്നു തുടങ്ങും. പിന്നെ ആളുകളെല്ലാം പറിക്കുകയുമല്ല. ഈ പ്രാവശ്യം കുറച്ച് പോളയും കൂടുതലുണ്ട്. ഈ പോള കിടക്കുന്നതുകൊണ്ട് അമ്പൽപ്പൂവിന് അത്ര ആ ഭാഗത്തേക്കൊന്നും അമ്പൽപ്പൂ വന്നില്ല. എന്നാലും ഉണ്ട്, ഇഷ്ടം പോലെ. നല്ല പിങ്ക് കളറിൽ കിടക്കുന്ന കാണാൻ ഭയങ്കര രസമാട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു വയലറ്റും പിന്നെ വൈറ്റും കണ്ടു. അത് കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ. പിന്നെ അവിടെ ആമ്പലിന്റെ വിത്ത് അതിൻ്റെ ചെറിയ ചട്ടിയിൽ നട്ട് ചെടിയായിട്ടൊക്കെ വിൽക്കാനായിട്ടും വച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് വാങ്ങിക്കുകയും ചെയ്യാം. ഞങ്ങൾ രാവിലെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയ ചരൽമഴ ഉണ്ടായിരുന്നു പോകുന്ന വഴി. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും അതെല്ലാം മാറി. വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് പോകണം, അല്ലെങ്കിൽ ആമ്പൽപ്പൂ പെട്ടെന്ന് വാടിപ്പോവും. അത് കഴിഞ്ഞിട്ട് അവിടെ ബോട്ടുണ്ട്. 5 പേർക്ക് വേണ്ടിയിട്ട് ഒരു ബോട്ടിനാണെങ്കിൽ 1000 രൂപ. അപ്പൊ അത് അങ്ങ് ദൂരെ വരെ കൊണ്ടുപോകും. ഞങ്ങൾ ചെറിയ ബോട്ടിലാണ് കയറിയത്, ചെറിയ വള്ളത്തേലാണ് കയറിയത്. സാധാ ഈ തുഴയുന്ന വള്ളം ഉണ്ടല്ലോ, 2 പേർക്ക് കയറുന്നത്. അതിന് ഒരാൾക്ക് 100 രൂപയുള്ളൂ, 200 രൂപയുള്ളൂ നമുക്ക് പോകണമെങ്കിൽ. അപ്പം അങ്ങനെ ഞങ്ങൾ 2 പേരും, ഞാൻ ഹസ്ബൻഡും കൂടെയാണ് ഒരു വള്ളത്തിൽ പോയത്. അങ്ങനെ കുറച്ചിടം നമ്മൾ ഈ 1000 രൂപയ്ക്ക് കൊണ്ടുപോകുന്ന ദൂരം വരെ ഈ 200 രൂപയുടെ കൊണ്ടുപോകത്തില്ല. പക്ഷെ അത്ര അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ആളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒത്തിരി പോയാൽ രസമായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ 2 പേരും തന്നെയല്ലേ ഉള്ളൂ. നമുക്കിങ്ങനെ എല്ലാ പ്രാവശ്യം പോകുന്നതുകൊണ്ട് ഒത്തിരി ദൂരോട്ട് പോകാനുള്ള തോന്നിയില്ല. പിന്നെ പോകുന്ന വഴി ഇങ്ങനെ അമ്പൽപ്പൂ നമുക്ക് പറിക്കുകയും ചെയ്യാം. പിന്നെ ഒത്തിരി പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇത് പോയി അടുത്ത പ്രാവശ്യം വരുന്നവർക്ക് ഇത് കാണണ്ടേ, നാളെയും വരുന്നവർക്ക് കാണണമല്ലോ. അപ്പം അങ്ങനെ പറിക്കാതെ നമ്മൾ റോഡിൽ വെച്ച് തന്നെ ഈ അമ്പൽപ്പൂ കച്ചവടത്തിനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കെട്ടിന് 30 രൂപ. അപ്പം അത് ഞാൻ വാങ്ങിച്ചതാ. പിന്നെ അമ്പൽപ്പാടത്തു നിന്ന് ഞാൻ 2 പറിച്ചു. അത് അവർ പറിച്ചോളാൻ പറഞ്ഞിട്ടാട്ടോ. കാരണം ഇങ്ങനെ പോകുമ്പോൾ നമുക്കത് പറിക്കുമ്പോൾ ഒരു സന്തോഷം അതിൻ്റെ. അപ്പം അത് പറിക്കാനായാലും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. നമ്മൾ വലിച്ചിങ്ങി എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങി പോരും. അങ്ങനെ 2 ഞാൻ പറിച്ചു. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ ആ ചേച്ചിയോട് വാങ്ങിച്ചതാ. 30 രൂപ ഒരു കെട്ടിന്. അങ്ങനെ ഒത്തിരി അവിടെ വിൽപ്പനയ്ക്കും ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ അത് വാങ്ങിച്ചു. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാടിപ്പോവും. വെയിൽ ശരിക്കും ആയിക്കഴിഞ്ഞാൽ ഈ പൂവെല്ലാം വാടി കൂമ്പി പോവും. അപ്പൊ പിന്നെ നമുക്ക് കാണാൻ ഭംഗിയില്ല. നല്ല രസം, അത് കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. ഒത്തിരി ആളുകളുണ്ട്. പിന്നെ ഈ സേവ് ദ ഡേറ്റ് എടുക്കാനൊക്കെ ഉള്ള പിള്ളേരുകൾ, അങ്ങനെയുള്ളവർ ഒത്തിരി വരുന്നുണ്ട്. അല്ലാത്തവർ നോർത്ത് ഇന്ത്യൻസിനെ ഒത്തിരി കണ്ടു. അപ്പൊ അവരും ഇങ്ങനെ വന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും വരുന്നുണ്ട്. അവർ എറണാകുളത്ത് ജോലി ചെയ്യുന്നവർ കുറേ പേര് കണ്ടു. അങ്ങനെ കുറേ പേരെയൊക്കെ നമ്മളും പരിചയപ്പെട്ടു, കണ്ടു. അത് ഇപ്പൊ ഇങ്ങനെ അമ്പൽപ്പൂ പറിക്കാനാണെങ്കിൽ നല്ല എളുപ്പം. ഒരൊറ്റ വരിക്ക് ഇങ്ങനെ പറിഞ്ഞിങ്ങി പോരുകയും ചെയ്യും. എനിക്ക് നല്ലൊരു ഇഷ്ടം അത് പറിച്ചപ്പോൾ. പിന്നെ നമുക്ക് ഒത്തിരി അങ്ങനെ പറിച്ച് കളയാൻ പറ്റത്തില്ല. കാരണം നമ്മളെപ്പോലെ ഇനി വരുന്നവർക്കും അത് കാണാനുള്ളതല്ലേ. അപ്പൊ അങ്ങനെ പറിച്ചില്ല. ഞാൻ പിന്നെ 2 പറിച്ചു. ബാക്കി എനിക്ക് കെട്ടിലുള്ളതുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അത്രേ പറിച്ചുള്ളൂ. രസമുണ്ട്. ഇപ്പം നമുക്ക് അവിടെ നിന്ന് പിന്നെ ഇറങ്ങാൻ തോന്നത്തില്ല കേട്ടോ. അതുപോലെ കാണാനുണ്ട്. നല്ല രസമാണ്. ഈ പ്രാവശ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ ഈ പ്രാവശ്യം പോയി കാണാം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പോയി കണ്ടാൽ മതി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസത്തോടെ നിൽക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കൃഷി ഇറക്കേണ്ട ഇതായിരിക്കും.
ഒരു മാസം നിൽക്കുമെന്നാണ് അന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞത്, ഈ വർഷം പിന്നെ ഇനി എത്രത്തോളം നിൽക്കുമെന്നറിയില്ല. പിന്നെ ഇതിന്റെ തന്നെ ഈ കുമരകത്ത് തന്നെ കുറേ വേറെ സൈഡിലേക്കും എല്ലാം ഈ ആമ്പൽപ്പൂ ഉണ്ട് കേട്ടോ. ചില ഭാഗത്തൊക്കെ കുറച്ചേ ഉള്ളൂ. പിന്നെ വെള്ളം ഇല്ലെങ്കിൽ ഈ വഞ്ചി നമുക്ക് തുഴഞ്ഞു പോകാനൊക്കത്തില്ല അവർക്ക്. വെള്ളം ചില സ്ഥലത്തൊക്കെ വെള്ളം കുറവാണെന്ന്, അപ്പൊ അങ്ങോട്ട് വഞ്ചി പൂവുണ്ട് പക്ഷെ വെള്ളം കുറവായതുകൊണ്ട് വഞ്ചി ഇങ്ങനെ പോകാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളിടത്തും വഞ്ചി ഇറക്കാൻ പറ്റത്തില്ല, അപ്പൊ ആളുകൾക്ക് ഇറങ്ങി കാണാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് വെള്ളമുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു പുഴയാണോന്ന്, പക്ഷെ പുഴയല്ല, ഇത് ശരിക്കും കൃഷി ഇറക്കുന്ന കണ്ടം തന്നെയാണ്. പേടിക്കും വേണ്ട, കാരണം ഇത് മറിഞ്ഞാലും നമുക്ക് അധികം വെള്ളമില്ല, നമുക്ക് പേടിക്കണ്ട, നമ്മൾ മുങ്ങിപ്പോത്തൊന്നുമില്ല. പിന്നെ ചേറാണെന്നേ ഉള്ളൂ, അല്ലാതെ നമുക്ക് പേടിക്കാനില്ല. നമുക്ക് മറ്റേ ജാക്കറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കാണുമ്പോൾ വിചാരിക്കും അങ്ങനെയൊക്കെ വേണമെന്ന്, പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പുഴ പോണ പോലെ തോന്നും, പക്ഷെ അത്രയില്ല. പിന്നെ ചള്ളയുണ്ട്, ഒത്തിരി ചെളിയും ഇതൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ വീണു പോയാൽ ചെളിയാവും, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, അധികം ആഴവും ഇല്ല. നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും അതൊരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. കാണാൻ പറ്റുന്നവർ പോയി കാണണേ, കാരണം നല്ലൊരു ഇതാ. പിന്നെ ഈ പൂവൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. എന്തായാലും നമ്മളങ്ങ് കൊച്ചു കുട്ടികളെ പോലെയാവും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പിന്നെ ഒരു പൂവെടുത്ത് എൻ്റെ തലയിലൊക്കെ വെച്ച് ഞാനും ആസ്വദിച്ച്, കൊച്ചു പിള്ളേർ ഇതൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ കുട്ടിക്കാലത്തിലേക്ക് പോകും. അപ്പം അങ്ങനെയൊക്കെ കണ്ട് സന്തോഷമായിരുന്നു. നമുക്ക് ബാക്കി ഇങ്ങനെ കാണാമേ.